കാർഷിക സാങ്കേതിക വിദ്യാദിനത്തിൽ വടക്കേക്കര ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രശസ്ത ജനകീയ കർഷകൻ പ്രൊഫസർ തുണ്ടത്തിൽ രമേശന്റെ കൃഷിയിടത്തിൽ സന്ദർശനം നടത്തി. This news brought to you by ആണിഹാരി. എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. കാർഷിക സാങ്കേതിക വിദ്യാദിനത്തിന്റെ ഭാഗമായി വടക്കേക്കര ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രശസ്ത ജനകീയ കർഷകനായ പ്രൊഫസർ തുണ്ടത്തിൽ രമേശൻ മാസ്റ്ററുടെ കൃഷിയിടം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, ജൈവ കീടനാശിനികളുടെ പ്രയോഗം തുടങ്ങി വിവിധ കാർഷിക സാങ്കേതിക വിദ്യകളെ കുറിച്ച് രമേശൻ മാസ്റ്റർ വിശദീകരിച്ചു. രാവിലെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ആ ഓരോന്നും കവർത്താക്കിയിടും. ഓരോ സഞ്ച പത്തെണ്ണം കിട്ടാൻ മതിയാവും. ഓരോ എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് കീടങ്ങളെ നശിപ്പിക്കാം. യാതൊരു കാരണവശാലും വിഷം അടിക്കരുതെന്ന് അർത്ഥം. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ വിഷാംശം പാടില്ല. പിന്നെ ജൈവമായിരിക്കണം. രാസവളങ്ങളൊന്നും ഉപയോഗിക്കരുത്. അപ്പൊ ജൈവ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുക. ജൈവ കീടനാശിനികളുണ്ട്. ജൈവമായിട്ട് വെളുത്തുള്ളി കീടനാശിനിയാണ്. ഇതിനകത്ത് വെളുത്തുള്ളി ആണ് ഇതിനകത്ത് പ്രധാനമുള്ളത്. വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മേടിച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഒരു പ്രത്യേക കൃഷിയിടത്തിലെ വിളവുകളും കൃഷിരീതികളും കുട്ടികൾ നേരിട്ട് അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തു. സന്ദർശനത്തിനിടെ പ്രധാനാധ്യാപിക NK മഹേശ്വരിയും സ്കൂൾ ലീഡർ KS ആരാധ്യയും ചേർന്ന് രമേശൻ മാസ്റ്ററെ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ EM നൈബ്, TB സന്ദീപ്, ഋതു ബാബു എന്നിവർ പഠനയാത്രക്ക് നേതൃത്വം നൽകി. മനുഷ്യൻ തന്നെ അവൻ സ്ഥിരതാമസമാക്കിയത് കൃഷിക്ക് വേണ്ടിയാണ്. പക്ഷെ ആ കൃഷിയുടെ സംസ്കാരത്തെ കുറിച്ച് കുട്ടികൾക്കടക്കം വേണ്ടത്ര ധാരണയില്ല. അപ്പോ പ്രത്യേകിച്ച് ഇന്ന് കാർഷിക സാങ്കേതിക ദിനമാണ്. ആ ദിനത്തില് കാർഷിക സാങ്കേതിക വശങ്ങളെ കുറിച്ച്, അതായത് കൃഷിക്ക് വേണ്ടി ഉള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ച് അറിയുവാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും ജനകീയ കർഷകനായിട്ടുള്ള രമേശൻ മാഷിന്റെ കൃഷിയിടത്തിലേക്ക് എത്തുകയും അദ്ദേഹവുമായി കുട്ടികൾ സംവദിക്കുകയും അദ്ദേഹത്തിന്റെ അറിവുകൾ പകർന്നു നൽകുകയും അതേപോലെ സാങ്കേതിക സംവിധാനങ്ങൾ എങ്ങനെ വളം നൽകാം, എങ്ങനെ ജൈവ രീതിയിൽ സമൃദ്ധമായും അതേപോലെ പ്രായോഗികമായും കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു വളരെ മികച്ച ഒരു അനുഭവം പകർന്നു നൽകി അദ്ദേഹം കുട്ടികൾക്ക് നൽകുകയുണ്ടായി. ഏതായാലും കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം വളരെ ഉപയോഗപ്രദമായ സന്ദർശനമാണുള്ളത്. രമേശൻ മാഷിന് സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. കുട്ടികൾക്ക് കാർഷിക വിജ്ഞാനത്തോടുള്ള അറിവും മണ്ണിനോടുള്ള സ്നേഹവും വളർത്തിയെടുത്ത സമൃദ്ധമായ പഠനാനുഭവമായി യാത്ര മാറി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, വടക്കേക്കര.